ആലുവയിൽ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. അയിരൂർപാടം വിമലാലയം വീട്ടിൽ വിവേക് ബൈജു, പുതുച്ചേരി സ്വദേശി രഞ്ജിത്ത് കുമാർ എന്നിവരും പ്രായപൂർത്തിയാകാത്ത സമീപവാസിയുമാണ് അറസ്റ്റിലായത്. 21-ന് പുലർച്ചെയാണ് പറവൂർ കവലയിലെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. എസ് രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, എങ്ങനെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്? ആലുവ പറവൂർ കവലയിൽ ആളില്ലാത്ത വീട്ടിലാണ് ഇവർ കടന്നു കയറി സ്വർണം മോഷ്ടിച്ചത്. ഈ രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ വിവേക്, ഈ 2 പേരാണ് പ്രധാനമായിട്ടുള്ള പ്രതികൾ. ഇവർക്ക് ഈ വീട് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തത് തൊട്ടടുത്തുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത ആളാണ്. ആ ആൾ ഉൾപ്പെടെ കേസിൽ പ്രതികളായി വരികയും പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സ്വർണം മോഷ്ടിച്ച ശേഷം അത് തൊട്ടടുത്തുള്ള ആലുവയിലെ മറ്റൊരു സ്ഥാപനത്തിൽ വിൽപ്പന നടത്തുകയായിരുന്നു. അതിനുശേഷം കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. വളരെ വിശദമായിട്ടുള്ള അന്വേഷണമാണ് പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഇപ്പോൾ ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഇവർ മറ്റ് സമാന, അതായത് വിവേകും അതോടൊപ്പം തന്നെ രഞ്ജിത്തും മറ്റ് സമാന സ്വഭാവമുള്ള കേസുകളിൽ പ്രതികളാണ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ലഹരി കേസ് ഉൾപ്പെടെ ഇവരിൽ ഒരാൾക്കെതിരെയുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവുമാണ് പോലീസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഉടൻ വ്യക്തമാകുമെന്നാണ് പോലീസ് സംഘം അറിയിക്കുന്നത്. ശരി രാഗിൻ.